മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് എൻ ഡി എ നേതാക്കൾ ഇന്ന് രാഷ്ട്രപതിയെ കാണും. വൈകിട്ട് 6 മണിക്കാണ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുക. പ്രധാനമന്ത്രി ഉൾപ്പെടെ 57 മന്ത്രിമാരാണ് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, എൻ ഡി എയുടെ പാർലമെന്ററി പാർട്ടി യോഗം നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. അതിന് പിന്നാലെ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം, അതിൽ വികസന കാഴ്ചപ്പാടുകൾ, കഴിഞ്ഞകാലത്തെ നേട്ടങ്ങൾ, ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് വിമർശനം, EVM അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരിഹാസം. ഇനിയിപ്പോൾ അടുത്ത നടപടി രാഷ്ട്രപതിയെ കാണുക, സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഏതു തരത്തിൽ പുരോഗമിക്കുന്നു? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കവും മാർക്കെ. തീർച്ചയായിട്ടും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം തയ്യാറായിരിക്കുന്നു. ഇനി പിന്തുണ കത്ത് കക്ഷി നേതാക്കൾ രാഷ്ട്രപതിക്ക് കൈമാറണം. അത് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഈ പിന്തുണ കത്ത് ലഭിക്കുന്ന മുറയ്ക്ക് രാഷ്ട്രപതി നരേന്ദ്രമോദിയെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രപതി ഭവനിലേക്ക് വിളിച്ച് ആയിരിക്കും അദ്ദേഹത്തിന് ആ കത്ത് കൈമാറുക. അതിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴാണ് സത്യപ്രതിജ്ഞ എന്നത് പിന്നീട് അദ്ദേഹം രാഷ്ട്രപതി ഭവനെ അറിയിക്കണം. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഞായറാഴ്ച എന്ന് മുൻ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഒരുക്കം അടക്കം നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ അത് ഞായറാഴ്ച അധികാരത്തിൽ എത്തും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും എതിരെ നരേന്ദ്രമോദി ഇന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചത്. നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാനായിട്ടാണ് ഇന്ന് NDAയുടെ പാർലമെന്ററി പാർട്ടി ചേർന്നത്. ആ യോഗത്തിൽ തന്റെ സർക്കാരിന്റെ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം അക്കമിട്ട് നിരത്തി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രചരണങ്ങൾ അത് വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്ന വാദമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടാൻ ഉണ്ട്. രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലെത്തിയ ഈ EVM-നെതിരായിട്ടുള്ള പ്രചരണങ്ങൾ അത് ആണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ അപമാനിക്കാനായിരുന്നു ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നത്. അതിന് ശേഷം ഇപ്പോൾ അവരെല്ലാം മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളതെന്നും പറഞ്ഞു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലെ പ്രസംഗം. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതിയെ കാണാൻ സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് NDA. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.